ആ ക്ഷേത്ര കവർച്ചയ്ക്ക് അത്രയും ആഴമുണ്ടെന്നറിയുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ 9 ഇടക്കാല ഉത്തരവുകളിൽ ആദ്യ ഉത്തരവ് വരുന്ന സമയത്ത് പറഞ്ഞ നറേറ്റീവ് അങ്ങനെയൊന്നില്ല, അവിടെ സ്വർണ്ണമില്ല, അത് ചെമ്പുപാളി. ഇപ്പോൾ ജയിൽ കിടക്കുന്ന പത്മകുമാർ അടക്കം അത് പറഞ്ഞതാണ്. പിന്നീടാണ് വിജയമല്യ കൊടുത്ത കിലോ കണക്കിന് സ്വർണം, അതിന്റെ വാർത്താ സമ്മേളനം, ആ വർഷങ്ങളിലെ പത്രവാർത്തകൾ, തെളിവുകൾ നക്ഷത്രം പോലെ വന്നപ്പോൾ പിന്നെ ഉണ്ടാക്കിയത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള നറേറ്റീവാണ്. അത് സ്വർണം പൊതിഞ്ഞതല്ല, സ്വർണം ഇങ്ങനൊന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. പുതിയലും പൂശലും തമ്മിലുള്ള വ്യത്യാസം, പൂശലും ക്ലാഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ഈ പറയുന്ന പോലെ കാര്യമായിട്ടൊന്നുമില്ല, എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് വരുത്താനുള്ള നറേറ്റീവാണ്. പിന്നീട് വന്നു കണ്ടെത്തലുകൾ, ഒന്നിനു പിന്നാലെ ഒന്നായി എണ്ണം പറഞ്ഞ ഇടക്കാല ഉത്തരവും. കേരളത്തിൽ ബോധ്യപ്പെടുകയായിരുന്നു ആരെയാണോ ക്ഷേത്രം കാക്കാൻ ഏൽപ്പിച്ചത് അവരുടെ ഒത്താശയോടെ പോറ്റി ആൻഡ് കോ ഒരു അധമ കോക്കസ് അവിടെ കട്ടുപിടിക്കലായിരുന്നു. ഒന്നല്ല, 2 ദേവസ്വം പ്രസിഡന്റുമാർ അകത്തും പോയി. പോറ്റിയെ കയറ്റിയെ പാലടിപ്പാട്ടിലെ പേടി കേസെടുക്കലതിലെ യു ടേൺ ഒക്കെ കണ്ടതിനൊടുവിൽ ഇപ്പോൾ നട്ടുവളർത്താൻ ശ്രമിക്കുന്ന നറേറ്റീവ് ശാസ്താവിന്റെ സ്വർണം പോറ്റി മുരാരിയും അടിച്ചുമാറ്റിയ സ്വർണം ഗോവർദ്ധന് വിറ്റു, ഗോവർദ്ധൻ പണം കൊടുത്തു, അയാൾക്ക് വിറ്റ സ്വർണം അതായത് തൊണ്ടി മുതൽ അയാളുടെ റൊദ്ധം ജ്വല്ലറിൽ നിന്ന് കണ്ടെടുത്തു. പിന്നെ ആർക്കാണ് പ്രശ്നം? കേസ് ഖത്തം. ആരൊക്കെയോ കാക്കാൻ ചേർത്ത് പിടിക്കാൻ ഉണ്ടാക്കുന്ന വ്യാജ നറേറ്റീവ് ദാ ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പൊളിയുകയാണ്. വേർതിരിച്ചെടുത്ത അയ്യപ്പന്റെ സ്വർണം എവിടെ പോയി എന്ന് കണ്ടുപിടിക്കണമെന്ന റിപ്പോർട്ടിൽ പറയലാണ് SIT. തത്തുല്യ അളവിൽ റൊദ്ധം ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തെങ്കിലും ആ സ്വർണം ശബരിമല സ്വർണ്ണമാണെന്ന് ഒരു സ്ഥിരീകരണവുമില്ല. നേരത്തെയും പറഞ്ഞതാണ്, സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തും അന്വേഷിക്കണം എന്ന് സാക്ഷാൽ കോടതി വെറുതെ ഒരു ഗുമ്മിനങ്ങ് പറഞ്ഞതല്ല. അന്വേഷണം പക്ഷേ ആ ഡയമെൻഷനിൽ നീങ്ങുമോ എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന കോടതി ഉത്തരവിലെ ആശങ്ക. SITയുടെ കാലുകൾക്ക് അദൃശ്യ രാഷ്ട്രീയ ചങ്ങലയിട്ട് ബന്ധിക്കാതിരുന്നാൽ ആ വഞ്ചനയുടെ ക്ഷേത്രങ്ങളുടെ ഡിസൈൻ ആൻഡ് പ്ലോട്ട് ഉണ്ടാക്കിയ മേലാവിലെ സാറന്മാർ അകത്താവേണ്ടതാണ്. അതുണ്ടാകുമോ എന്നതാണ് ചോദ്യം. കോടതി ചോദിക്കും പോലെ പത്മകുമാർ നിന്നോ, അവിടെ നിലച്ചോ അന്വേഷണം? ഉന്നതന്മാരെ തൊടാൻ പേടിയുണ്ടോ SITക്ക്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ പി കെ ഗോപൻ, ശ്രീ വസന്ത് സിറിയക്, ശ്രീ JR പത്മകുമാർ, ശ്രീ പ്രശാന്ത് പത്മനാഭൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ പി കെ ഗോപൻ. CPM സംസ്ഥാന സമിതി അഡ്വക്കേറ്റ് K അനിൽകുമാർ നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ വരുമ്പോൾ ആവർത്തിച്ച് പറയാറുള്ള വാദമാണ്, പോറ്റുകെട്ട അയ്യപ്പന്റെ സ്വർണം ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു, അതോടുകൂടി തീർന്നു വന്ന മട്ടിലാണ്. അതായത് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറഞ്ഞു, CPM സംസ്ഥാന സമിതിയാണ്, അദ്ദേഹം പറയുന്നുണ്ട് സ്വർണ്ണമുരുക്കിയ ഭണ്ഡാരി പിടിയിലായി, അത് വാങ്ങി ഗോവർദ്ധനും പിടിയിലായി. അതോടെ അവിടെ നുണ മാത്രമല്ല തകർന്നത്, ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ പോറ്റി കോടീശ്വരന് വിറ്റിരുന്നു വന്ന കെട്ടുകഥ പോലീസിനെ വഴിതെറ്റിക്കാൻ പറഞ്ഞതായിരുന്നു. ഈ സുഭാഷ് കപൂർ മോഡൽ എന്ന് പറയുന്നത് കോടതിയാണ്. ശ്രീ പി കെ ഗോപൻ, അങ്ങനെ കേസിനെ ഇല്ല വൈക്കം ക്ഷേത്രത്തിൽ സെബാസ്റ്റ്യന്റെ വിഗ്രഹമോഷണ കേസ് പോലെ അവിടെ പിടിച്ചു നിർത്താൻ എന്തിനാണ് ഈ വ്യഗ്രത? ശ്രീ പി കെ ഗോപൻ. ഇല്ല, അങ്ങനെയല്ല. അങ്ങനെ അതിനെ കൺക്ലൂഡ് ചെയ്തില്ല ആരും. ശബരിമല സ്വർണ്ണ കേസ് ഇതുവരെ ആരും കൺക്ലൂഡ് ചെയ്തിട്ടില്ല. SIT അങ്ങനൊരു നിഗമനം വച്ചിട്ടില്ല, കോടതി വച്ചിട്ടില്ല, കേരളത്തിലെ പൊതുസമൂഹം വച്ചിട്ടില്ല. അതല്ല അതിൻ്റെ പറഞ്ഞതിൻ്റെ മീനിങ്. അത് തെറ്റായി പ്രതിപക്ഷം ഉപയോഗിക്കാൻ പരിശ്രമിച്ചപ്പോഴാണ് അത്തരമൊരു നറേറ്റീവ് അതിനകത്ത് വരുന്നത്. വിഷയം കുറച്ചുകൂടി വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കൺഫ്യൂഷനിലേക്കല്ല പോകുന്നത്, ക്ലാരിറ്റിയിലേക്കാണ് പോകുന്നത്. അത് പത്മകുമാറിൽ അറസ്റ്റ് നിന്നില്ല. പത്മകുമാറിനെന്നൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭരണതലത്തിൽ അവിടെ നടന്നു വരുന്ന പ്രവർത്തനങ്ങളിൽ എത്ര ശ്രദ്ധ കൊടുത്തു, എത്രമാത്രം ജാഗ്രത കാട്ടി എന്നൊക്കെയുള്ള വിഷയമാണ് അതിനകത്ത് വരാൻ പോകുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഭരണപരമായി ചുമതല ഏറ്റെടുക്കുന്നവർ കാണിക്കേണ്ടത് ശുഷ്കാന്തിയൊക്കെ അതിൽ കാണിക്കണം, അല്ലെങ്കിൽ അവരതിൽ തെറ്റുകാരാവും. അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ അവിടെ ഇന്നലെ കഴിഞ്ഞ ധാർമ്മികമായ ലയബിലിറ്റി മാത്രമൊന്നുമല്ല ശരി പറയുന്നത്. പത്മകുമാറിന്റെ മേൽ ആരോപിക്കുന്നത് ധാർമ്മികമായ ലയബിലിറ്റി മാത്രമൊന്നുമല്ല. അങ്ങനെ പത്മകുമാറിന്റെ പങ്ക്, അദ്ദേഹം നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നതുകൊണ്ട് ലഘൂകരിച്ച് പോവല്ലേ പി കെ ഗോപൻ? SITയുടെ അന്വേഷണം ചെയ്തിരിക്കുന്ന കാര്യം അതും തുടക്കത്തിലെ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുന്നത്? അതായത് എനിക്ക് എൻ്റെ മുമ്പിൽ ചോദിച്ച ചോദ്യം അങ്ങ് നടത്തിയിട്ടുള്ള ഒരു ആമുഖ പ്രഭാഷണമൊക്കെ ഇല്ലേ, അതിലൂടെ നമുക്ക് പ്രതികരിക്കണ്ടേ? അപ്പോൾ ഈ ഞങ്ങൾക്കൊരു ഡിഫൻഡിന് പോലും പഴുതു തരത്തില്ല എന്ന് വാദം തുടക്കത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുൻകൂട്ടിയാണ് ഈ ധാരണ. ഒരു മോഡറേറ്റർ എന്നുള്ള ഒരു ചുമതലയല്ലേ അങ്ങ് നിർവഹിക്കേണ്ടത്? അതായത് പത്മകുമാറിൻ്റെ കാര്യത്തിൽ ആരാണ് പിന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാനും അദ്ദേഹത്തെ കുറ്റവാളിയല്ലെന്ന് ഇതുവരെ സ്ഥാപിച്ചത്? അദ്ദേഹം SIT പറഞ്ഞു അദ്ദേഹം കുറ്റവാളിയാണ്, ഞങ്ങൾക്കും അതിൽ തർക്കമില്ല, വരട്ടെ. അതിൻ്റെ അന്വേഷണം ഒരു നിഗമനത്തിലും നമ്മൾ എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള റിമാൻഡ് റിപ്പോർട്ടുകളല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പത്മകുമാറിന് ശേഷം അത് മൂവ് ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 അറസ്റ്റ് നടന്നു. സ്വർണം വാങ്ങിച്ച ആളും മാറ്റി തീർത്ത ആളും തമ്മിലെ അറസ്റ്റ് നടന്നു കഴിഞ്ഞല്ലോ. അപ്പോഴാണ് കേരളം ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ കണ്ടത്. ആ ഞെട്ടിക്കുന്ന വിവരങ്ങളിൽ ഇവരുടെയൊക്കെ ബന്ധം ആരുമായിട്ടായിരുന്നു എന്നുള്ളതാണ്.
ആ ബന്ധവും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ അവസാനിക്കുകയല്ല, ഏതൊക്കെ തരത്തിലേക്ക് ഇത് പോയി എന്നുള്ളതാണ്. ഇതിൻ്റെ ഫോറൻസിക് പരിശോധന നടക്കുമ്പോൾ സംഗതി വ്യക്തമാവും. ഇപ്പോൾ സ്വർണം ശബരിമലയിലെയാണോ അയാളിൽ നിന്ന് വീണ്ടെടുത്തത് എന്നുള്ളത് ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായി നടക്കേണ്ടതാണ്. കൃത്യമായി ആ പരിശോധന നടത്തി അത് കോടതിയിൽ എത്തിക്കേണ്ട ബാധ്യത SITക്കുണ്ട്. SIT ഒരു കാല് പിറകോട്ട് വെച്ചത് 2 കാല് മുന്നോട്ട് വെക്കാനായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റോടുകൂടി ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ അത്രയും തീവ്രമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ശബരിമല കേസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലല്ല. ആർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചോ അതൊന്നുമല്ല വരാൻ പോകുന്നത്. ആരാണോ ആക്ഷേപം ഉന്നയിച്ചത് അവരിലേക്ക് അത് തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു നമുക്ക് അതിലേക്ക് എത്താം. വീണ്ടും കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തന്നെ ഞാൻ പോകണം. കാര്യം കെ അനിൽകുമാർക്ക് ഇന്നലെ നമ്മുടെ ആരാണ് ഈ ഭണ്ഡാരിയും മറ്റേയാളും പിടിയിലായതിന് പിന്നാലെ അതോടുകൂടി കേസ് തീർന്നു എന്ന മട്ടിൽ തന്നെയാണ് കെ അനിൽകുമാറിന്റെ വാദം. അദ്ദേഹം പിന്നെയും പറയുന്നത് ദ്വാരപാലക ശില്പങ്ങൾ പോറ്റി കോടീശ്വരന് വിറ്റു എന്ന കെട്ടുകഥ പോലീസിനെ വഴിതെറ്റിക്കാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ കെട്ടുകഥ ആരാ ഉണ്ടാക്കിയത്? VD സതീശൻ പോറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥയാണ് പൊളിഞ്ഞത്. ആ കെട്ടുകഥയ്ക്ക് പിന്നിൽ പോറ്റിയുടെ സംഘത്തിലെ ചിലരുണ്ട്. സതീശൻ നിഷേധിക്കും, തെളിവരാം എന്നൊക്കെ പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ഈ കേസ് ഒരു സാധാരണ കവർച്ച കേസ് പോലെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്വർണം കട്ട സ്വർണം ഈ പറഞ്ഞ ഗോവർദ്ധന് വിറ്റു, ഗോവർദ്ധൻ പണം കൊടുത്തു, SIT പോയി ആ സ്വർണം കണ്ടുപിടിച്ചു, അതോട് കേസ് തീർന്നു എന്ന മട്ടിലെ നറേറ്റീവ് CPM നറേറ്റീവ് ആണോ അനിൽകുമാറിന് മാത്രം നറേറ്റീവ് ആണോ അത്? CPK ഗോവൻ അല്ല, അനിൽകുമാർ പറഞ്ഞത് ഇതുവരെയുള്ള അതിൻ്റെ സംഭവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ് പറഞ്ഞത്. എങ്ങനെയാണ് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്, എങ്ങനെയാണ് ഈ കേസിൻ്റെ വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. CPIM അതുപോലെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ ഈ കേസ് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. ബഹുമാന്യ കോടതി ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, SIT ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വഴിത്താര അദ്ദേഹം സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് അദ്ദേഹം സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ കേസ് പോകുന്ന വഴി ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റോടുകൂടി ഈ കേസിൽ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോപണങ്ങൾ നന്നായിട്ട് തിരിഞ്ഞു കുത്താൻ പോവുകയാണ്. കാരണം ഇത് എവിടൊക്കെയാണ് അയാളുടെ ബന്ധം എന്നുള്ളത് കേരളീയ സമൂഹം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് ആരാണ് കയറ്റിയത് എന്നുള്ളത് വ്യക്തമാകാൻ പോവുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പങ്ക്, പിന്നെ അടൂർ പ്രകാശിൻ്റെ പങ്ക്, ഇതെല്ലാം വ്യക്തമാകാൻ പോവുകയാണ്. അതുകൊണ്ട് മാത്രമല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ നിന്ന് ഞാൻ പറഞ്ഞു വന്ന ഫോറൻസിക് തെളിവോടുകൂടി വരുമ്പോൾ മാത്രമേ ഇത് ശബരിമലയിലെ സ്വർണ്ണമാണോ അവരിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ആ തെളിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇവിടെ ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരുന്നവരിലേക്കാണ് തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീ വസന്തസരിലേക്ക് എത്താം. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നം. ശ്രീ JR പത്മകുമാർ, ഇവിടെ VSSCയിൽ ഈ പറയുന്ന കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ഈ ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കിട്ടുകയോ ഇല്ലയോ എന്നാലും നമുക്കറിയില്ല. SIT നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് കോടതിയിൽ വെക്കുന്നതാണ്. SIT പറയേണ്ട കാര്യമില്ല, അത് കോടതിക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ 2-2.5 മാസമായി ഇപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട് 2-2.5 മാസമായി അവിടെ ഒരു മാരകമായ കൊള്ള നടന്നുള്ള കാര്യം. കൊള്ള നടത്തി കൊണ്ടുപോയ സ്വർണം എവിടെയെന്ന് കണ്ടെത്താൻ ഇപ്പോഴും SIT കഴിഞ്ഞിട്ടില്ല. ശ്രീ JR പത്മകുമാർ, എന്ന് പറഞ്ഞാൽ ഇത് കോടതി മേൽനോട്ടത്തിലെ അന്വേഷണമാണ്. SIT നേരായ വഴിയിലാണ്. SIT ശക്തമായ SIT ആണ്. വെങ്കടേഷ് നല്ല മിടുക്കനായ ഉദ്യോഗസ്ഥനാണ് എന്ന് ഇക്കാലം അത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പൂർണ്ണമായ വിശ്വാസമായിരുന്നു. SITയെ ചോദ്യം ചെയ്തു തുടങ്ങാൻ സമയമായി. JR പത്മകുമാർ, തീർച്ചയായിട്ടും നമ്മളൊക്കെ വിചാരിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ദേവസ്വം ബെഞ്ച് ഒരു വളരെ സത്യസന്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ആ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ തന്നെയാണ് ഹാൻഡ് പിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവർ തന്നെ 2 ആളുകളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോടതി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെ കൂടി ഇതിലോട് കൂട്ടിച്ചേർത്ത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വച്ചിട്ട് സത്യസന്ധമായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതി കൊടുത്തത്. എല്ലാവരും, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത്തരത്തിൽ ഒരു വിശ്വാസം തന്നെയാണ് വച്ചു പുലർത്തിയിരുന്നത്. 1-2 അറസ്റ്റുകളൊക്കെ കൊണ്ട് നടന്നു, രാഷ്ട്രീയമായി വിവാദമുണ്ടാക്കുന്ന അറസ്റ്റുകളൊക്കെ അതിനകത്ത് വരുമ്പോഴും ജനങ്ങൾ പ്രതീക്ഷിച്ചത് സത്യസന്ധമായൊരു പോക്ക് പോകുമെന്ന്. പക്ഷേ ജനങ്ങൾക്ക് സംശയം ഉണ്ടായത് എപ്പോഴത്തൊട്ടാ? സംശയം ഉണ്ടായത് കഴിഞ്ഞ ദിവസം സിംഗിൾ ബെഞ്ച് ബെയിൽ ആപ്ലിക്കേഷൻ 3 പേരുടെ ഉദ്യോഗസ്ഥന്മാരുടെ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ഒരാളുടെ ജാമ്യാപേക്ഷയുമായി വന്നപ്പോൾ സമയത്താണ് ഹൈക്കോടതി ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രമല്ല ആ ആളുകൾ ആ ബെയിൽ ആപ്ലിക്കേഷനിൽ ഉന്നയിച്ച വാദങ്ങൾ
ആ വാദങ്ങൾ കൂടി പരിഗണിച്ച് അദ്ദേഹം ഈ റിപ്പോർട്ട് പരിശോധിച്ചു. അത് ഓർഡർ വന്നപ്പോഴാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിയത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹാരമായി എന്ന് ഗോവൻ പറഞ്ഞല്ലോ, പി കെ ഗോവൻ പറഞ്ഞല്ലോ. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് CPM നിലപാടല്ല, തള്ളുകയായിരുന്നു പി കെ ഗോവൻ പരോക്ഷമായി. അല്ല, അങ്ങനെ പറഞ്ഞത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വാങ്ങിയ ആളിനെയും കൊടുത്ത ആളിനെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ എല്ലാം നേരത്തെ വന്നിട്ടുള്ള ആരോപണങ്ങളും സംശയങ്ങളും ഒക്കെ തിരിഞ്ഞു കുത്താൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്, എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൽ വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 3 മെമ്പർമാരാണ് ഉള്ളത്. ആ 3 മെമ്പർമാർക്കും അവരുടെ സൂപ്പർവൈസറി പവറുണ്ട്, ഫിനാൻഷ്യൽ പവറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് പവറുണ്ട്. ഇതിൽ ആർക്കും ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും അതിൽ അസെൻറ്റ് പറയാം, ഡിസെൻറ്റ് പറയാം, യാതൊരു തടസ്സവുമില്ല. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ദിവസത്തെ ബെയിൽ ഓർഡറിൽ വളരെ വ്യക്തമായിട്ട് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. ജഡ്ജി അവസാനം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ആ ബെയിൽ ആപ്ലിക്കേഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുറ്റവാളിയെ വേർതിരിവ് പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല, പ്രതികളെ വേർതിരിക്കരുത്, സത്യസന്ധമായിട്ട് എല്ലാ പ്രതികൾക്കെതിരായും നടപടി സ്വീകരിക്കണം. മാത്രമല്ല, ഈ ബിഗ് ഗണ്ണുകൾ ഉൾപ്പെടുന്ന ഈ കറപ്ഷൻ കേസിൽ ഗവൺമെൻറ്റുമായി ദേവസ്വവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വലിയ ആളുകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞൊരു നിർദ്ദേശം, വളരെ കർക്കശമായൊരു നിലപാട് എടുത്തുകൊണ്ടാണ് ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഓർഡർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡിസംബർ 5-ന് ശേഷം അന്വേഷണം വഴിതെറ്റി നിലച്ച മട്ടാണ് എന്നുള്ള ഹൈക്കോടതി പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. വേറൊരു ബെഞ്ച് എടുത്ത സത്യസന്ധമായി ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടുള്ള ആ തീരുമാനത്തിന് കോടതിയുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആരാണ് ആ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനത്തെ ആദ്യത്തെ ഒരു ആവേശം, നമ്മൾ ഏണിപ്പാമ്പും കളിക്കുന്ന പോലെ ആദ്യത്തെ ഒരു ആവേശം ഏണി ഏറിപ്പോയി, പിന്നെ അടുത്ത് പാമ്പ് വിഴുങ്ങി താഴെ അറ്റത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ സംശയമുണ്ട്. ആ സംശയം കുറ്റവാളികളെ രക്ഷപ്പെടുത്തുന്നത്, ചില ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിന്റെ പാമ്പ് വിഴുങ്ങി താഴേക്ക് വന്നിട്ടില്ല. പാമ്പ് വിഴുങ്ങുന്നുണ്ടോ എന്നൊരു സംശയം കോടതി പറഞ്ഞു, അത് ശരിയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വസന്ത്, ഇവിടെ ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് കസ്റ്റഡി എടുക്കുന്നില്ല എന്നൊക്കെയുള്ള അന്വേഷണ സംഘം പറയട്ടെ, അവർക്ക് അവരുടെ കാരണങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷേ ഇത് ഹൈക്കോടതി വേറൊരു ബെഞ്ചാണെങ്കിലും ഗുരുതരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ ക്രെഡിബിലിറ്റിയെ നിശിതമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിന്റെ ഇമ്പാക്റ്റ് ആണോ എന്നറിയില്ല ഇന്നലത്തെ 2 അറസ്റ്റുകൾ. കേവലം കവർച്ചാ കേസിനപ്പുറം അതിൽ മാനങ്ങളുണ്ടെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവല്ല, അത് കോടതി തന്നെയാണ്. പല ആവർത്തി അത് അന്വേഷിച്ച് കണ്ടെത്തി കുറ്റവാളികളെ കേരളത്തിന് മുന്നിൽ നിർത്താനുള്ള ഇച്ഛാശക്തി SITക്ക് ഉണ്ടോ എന്നതാണ് ചോദ്യം. ശ്രീ വസന്ത് അതിന് മറുപടി പറയുമ്പോൾ തന്നെ ശ്രീ പി കെ ഗോവൻ പറയുകയായിരുന്നു, അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നാൽ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ് CPMനെ പ്രതിരോധത്തിലാക്കാൻ വന്നവർക്ക് നേരെ തിരിഞ്ഞുകൊത്തുന്ന തെളിവുകൾ ഈ അന്വേഷണത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോണിയാഗാന്ധി സന്ദർശനമൊക്കെയാണ് വസന്ത്. പൂർണ്ണാന്വേഷണം കഴിഞ്ഞ് ഹാഷ്മി, അങ്ങേക്ക് സാധിക്കുമെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. അന്നും ഞാൻ പാടും, സ്വർണം കട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് വളരെ കോൺഫിഡൻ്റായി. ഇതിലും നല്ല ഇന്ന് ഇച്ചിരി ശബ്ദമൊക്കെ പോയിട്ടുണ്ട്, ഇച്ചിരി കൂടെ താളബോധത്തോടു കൂടി അന്ന് സ്വർണം കട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് പാടാൻ എനിക്ക് സാധിക്കും. അങ്ങ് സാധിക്കുമെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കണം. നോക്കൂ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഹാൻഡ് കഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആരാലോ എന്ന് കേരളത്തിൻ്റെ ഹൈക്കോടതി തന്നെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട്, വിവിധ ഓർഡറുകളുമായി ബന്ധപ്പെട്ട്, ബെയിൽ ആപ്ലിക്കേഷൻ ആവട്ടെ അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ചിൻ്റെ ഓർഡർ ആവട്ടെ, ഈ വിവിധ ഓർഡറുകളിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന്, അതായത് 19-ാം തീയതി വന്ന ബെയിൽ ആപ്ലിക്കേഷൻ, 81 പേജുള്ള ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഓർഡറിൽ ഏതാണ്ട് 9 തവണയാണ് ബിഗ് ഗൺസ് എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി പറയുന്നത്. അതിൻ്റെ 32-ാമത്തെ പാരഗ്രാഫ് ഉണ്ട്. അതിൽ കൃത്യമായി പറയുകയാണ്, willful lapses in the investigation of serious cases including corruption should be avoided to secure defect-free investigation and eventful prosecution. When the investigation in the serious cases including corruption is not fully defeat-free, without any loophole in the corrupt person, including the big guns involved therein. ഇതേ തൊട്ട് മുമ്പ് പറഞ്ഞു വൻതോക്ക്, അത് മന്ത്രിയാണോ തന്ത്രിയാണോ ആർക്കും നമുക്കറിയില്ലോ.
അത് വ്യക്തമാകുമ്പോൾ അത് പറഞ്ഞാൽ പോരെ? അല്ല, ഇനി അതിലേക്ക് മറ്റാരെങ്കിലും എത്തണം. ആണോ? ഇനി വല്ല അന്താരാഷ്ട്ര അല്ല, സുഭാഷ് അതിലേക്ക് കപൂർ എത്തണമെന്നാണല്ലോ ബഹുമാനപ്പെട്ട ചേട്ടനോ കേരളത്തിലെ അനിനോ വല്ലതും ആണോ? ഹൈക്കോടതി നമുക്കറിയില്ലോ. അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അന്വേഷണ സംഘത്തിന് ഒരു വിൽഫുൾ ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് 19-ാം തീയതി വന്ന ഓർഡറിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. ആ വിൽഫുൾ ലാപ്സ് ഉണ്ടാവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാൻഡ് പിക്ക് ചെയ്ത സംഘത്തെ ആരോ ഹാൻഡ് കഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായി വരികയാണ്. ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ സുഭാഷ് കപൂർ ആണെങ്കിലും ഇതിന് ഇടയിൽ നിന്നൊരു കൂട്ടരുണ്ട്. അവിടെ നിന്ന് സ്വർണം വളരെ ടെക്നിക്കലായി വളരെ ഈ പറയുന്ന ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ചുകൊണ്ട് വെളിയിൽ കൊണ്ടുപോകാനും അത് കൊണ്ടുപോയ ശേഷം അത് മറച്ചു വെക്കാനും കൂട്ടുനിന്ന കൂട്ടരുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പത്മകുമാർ അറസ്റ്റിലാവുന്നതിൻ്റെ തലേ ദിവസം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് പോയ സ്റ്റേറ്റ്മെൻറ്റ് കൂട്ടി വായിക്കേണ്ടത്. എന്താണ് പത്മകുമാർ പറഞ്ഞത്? ഞാനൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ വാസുവേട്ടൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയൊരു കൊള്ള അവിടെ നടക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ചോദിച്ചത് പത്മകുമാറാണെന്നേ. അവിടെ ദൈവസമാനരായ പലരും വെളിവാക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, വി ഡി സതീശൻ അല്ല ഗോപകുമാറെ. ആ പറഞ്ഞത് പത്മകുമാറാണ്. നിങ്ങളുടെ CPM-ന്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റിയുടെ മെമ്പറായ പത്മകുമാർ. ആ പത്മകുമാറാണ് പറഞ്ഞത് സ്വർണം ചിരണ്ടി നിങ്ങൾ ചെമ്പാക്കിയതുപോലെ ഈ അന്വേഷണത്തിൽ സ്വർണം ചിരണ്ടി എത്തുമ്പോൾ ആ ചെമ്പ് വെളിവാക്കപ്പെടും. ആ ചെമ്പിൽ ദൈവസമാനരായിട്ടുള്ളത് ആരാണ് എന്ന് വെളിവാക്കപ്പെടും. അവിടെയാണ് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും ആ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയിലേക്കും ആ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്ക് ആരെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ കൊടുത്തത് ആരാണ് എന്നതിലേക്കും എത്തപ്പെടേണ്ടത്. സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് ദൈവസമാനം എന്ന വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ, ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടാണല്ലോ തിരുവനന്തപുരത്ത് തിരുവാതിര കളിച്ച് ആരാണ് ദൈവം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ CPM മുമ്പിൽ വെച്ചിരിക്കുന്ന, പ്രസന്റ് ചെയ്തിരിക്കുന്ന, കേരളത്തിലെ സാധാരണക്കാരുടെ മുമ്പിൽ CPM അവതരിപ്പിച്ചിരിക്കുന്ന, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ദൈവം അത് പിണറായി വിജയനാണ്. ആ ദൈവമാണോ, ആ ദൈവത്തിന്റെ കൈകളാണോ ഇതിന്റെ പിന്നിലുള്ളത് എന്നത് സ്വാഭാവികമായും അന്വേഷണ സംഘം അന്വേഷിച്ചെത്തേണ്ടതാണ്. അവിടെയാണ് ഒരു വിൽഫുൾ ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കേരളത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു കാര്യം കൂടി. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ PK അതാണ് അതിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ PK ഗോപൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഗീബൽസൺ തന്ത്രത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ജർമ്മനിയിൽ എവിടെയോ പോയി ഗീബൽസൺ തന്ത്രത്തിൽ, അതായത് ഇങ്ങനെ നുണ പറഞ്ഞ് അത് സത്യമാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം അടൂർ പ്രകാശിൻ്റെ പേര് പറയുന്നത് കേട്ടു, പിന്നീട് VD സതീശൻ്റെ പേര് പറയുന്നത് കേട്ടു. ആർജമുണ്ടെങ്കിൽ നിങ്ങളുടെ SIT-യോട് കേസെടുത്ത് FIR-ൽ പേരെടുത്ത് ഉള്ളിലിടാൻ പറയൂ. ഞങ്ങളാരും അവരുടെ പുറകെ പോകാൻ പോകുന്നില്ല. ഞങ്ങളാരും അയാളെ ഈ പറയുന്ന ഈ കേസിൽ ആരെങ്കിലും പ്രതി ചേർക്കപ്പെട്ടാൽ അവരെ അതാത് കമ്മിറ്റികളിൽ നിലനിർത്തിക്കൊണ്ട് അയാളെ കൂടെ കേട്ടിട്ട് ഇനി പുറത്താക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ പോകുന്നില്ല. അല്ലാതെ വെറുതെ കരക്കിരുന്ന് വായ്ത്താളം അടിച്ച് കോൺഗ്രസ്സുകാർ മുഴുവനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമുണ്ടാവില്ല. ജനം ഇത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഹൈക്കോടതി ഇത് വളരെ വിജിലന്റായി സർവൈലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ വെറുതെ ഗീബൽസൺ തന്ത്രം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇവിടെ ശരിയാണ്. ഇത് കോടതി മേൽനോട്ടത്തിലെ അന്വേഷണമാണ്. നേരത്തെ ശ്രീ വസന്ത് പറഞ്ഞതുപോലെ കോടതിയുടെ കീന സർവൈലൻസ് ഉള്ള കേസാണ്. പക്ഷേ ശ്രീ പ്രശാന്ത് പത്മനാഭൻ സാക്ഷാൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അവർ നിയോഗിച്ച അന്വേഷണ സംഘങ്ങളുടെ അന്വേഷണങ്ങൾ എവിടെയും എത്താതെ പോയതിന് ഈ അടുത്ത കാലത്തെ എന്ന് പറഞ്ഞാൽ പെഗാസ് അടക്കം ഈ അടുത്ത കാലത്ത് മാത്രം ഏറ്റവും കൂടുതൽ 4 5 അന്വേഷണം ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇപ്പോൾ തന്നെ. അതുകൊണ്ട് ഇത് കോടതി മേൽനോട്ടമുണ്ട്. അതുകൊണ്ട് പരമമായ സത്യങ്ങൾ, പൂർണ്ണ സത്യങ്ങൾ എല്ലാ അർത്ഥത്തിൽ പുറത്തേക്ക് വരും എന്നങ്ങ് നമുക്ക് ധരിച്ചു വശാകാവോ ശ്രീ പ്രശാന്ത് പത്മനാഭൻ? അല്ല, അതല്ലല്ലോ ചോദ്യം. എനിക്ക് തോന്നുന്നത് ഇത്രയെങ്കിലും അന്വേഷണം നടക്കുമായിരുന്നോ? ഇപ്പം എങ്ങും എത്താതിരുന്ന ഒരു കാര്യം, നേരത്തെ എല്ലാവരും ഒരു ഡിനയൽ മോഡലായിരുന്നു, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ആദ്യമേ അതിനകത്ത് സംശയം പ്രകടിപ്പിക്കുന്നു. അതിൽ അന്വേഷണം നടത്തുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചത് തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസ് മാത്രം അന്വേഷിച്ചാൽ ഈ കേസ് എങ്ങും എത്തില്ല എന്ന ഒരു പ്രാഥമികമായ വിശ്വാസം കോടതിക്കുണ്ടായിരുന്നതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്? 2 ദിവസം മുമ്പ് ഒരു ജാമ്യാപേക്ഷ വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആ ബെഞ്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസാണ് പാസ്സാക്കിയിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, ഒരു ജാമ്യം കൊടുക്കുന്ന വേളയിൽ കോടതി പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രാഥമിക നിഗമനം എന്നാണ് കണക്കാക്കേണ്ടത്. പക്ഷെ അങ്ങനെ കൂട്ടിയാൽ പോലും ഇതിനകത്ത് ഈ വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഫ്രഷ് ആയിട്ട് ഈ കാര്യങ്ങൾ നോക്കുമ്പോഴും ആ ബെഞ്ചിന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിട്ട് പോലും എവിടെയോ അത് തടയപ്പെട്ടു എന്നാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ
അതിനകത്ത് എഴുതിയിരിക്കുന്ന ചില വസ്തുതകൾ അത് താങ്കൾ പ്രേക്ഷകരുടെ അടുത്ത് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ഇതിൽ എവിടെയൊക്കെയാണ് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാത്തത് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ ചില ഒബ്സർവേഷൻസ് അതിൽ പ്രത്യേകിച്ച് പാരഗ്രാഫ് ഞാനത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരാം. അതിൽ വളരെ എടുത്തെടുത്ത് ഹൈക്കോടതി പറയുകയാണ്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറയുകയാണ് ഇതിൽ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ്. പാരഗ്രാഫ് 27 പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ എന്താണ് ഡയറ്റി ടെമ്പിൾ ആൻഡ് ലാക്ക് ഓഫ് ഡിവോട്ടീസ് ദേ ഇൻവോൾവ്ഡ് ഇൻ മിസ്അപ്രോപ്രിയേറ്റ് ഗോൾഡ് ക്ലാഡ് ഇൻ ദ തിരുവാഭരണം എന്ന് പറഞ്ഞാൽ where protectors become the destroyers or a guardian turned executioner or the hand that heals no harms. No doubt the seriousness of the case is one of the key factors of the court എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നുണ്ട്. ഇതിൽ സീരിയസ് ലാക്ക് ഓഫ് പ്രശ്നമുണ്ട്, അതിൽ ഗുരുതരമായ അലംഭാവമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് ഉത്തരവിൽ പലയിടങ്ങളിലായി. അതുകൂടാതെ ഹൈക്കോടതിയുടെ വേറൊരു ഉത്തരവിൻ്റെ ബാക്കിയായിട്ട് കൊല്ലം വിജിലൻസ് കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് കൂടി ഇത് അന്വേഷിച്ചോളാനുള്ള പെർമിഷനും കൊടുത്തു കഴിഞ്ഞു. അപ്പം നമ്മളിതെല്ലാം കൂട്ടി വായിക്കണം. അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ആവശ്യമില്ല എന്ന് അവിടെ ഒരു വാദം എടുത്തത് തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞതനുസരിച്ചാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ കൊടുത്തത്. അവിടെ വിജിലൻസ് കോടതിയും പെർമിറ്റ് ചെയ്തിരിക്കുകയാണ് ഇഡിയുടെ അന്വേഷണം നടക്കട്ടെ എന്ന്. സമാന്തരമായിട്ട് അന്വേഷണം നടക്കാം. ഒരു ക്രിമിനൽ കുറ്റം ഇപ്പുറത്ത് അത് അന്വേഷണം നടക്കുന്നു, SIT ആണ് ഇതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് സമാന്തരമായിട്ട് അപ്പോൾ അവിടെ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടും FIR ഉൾപ്പെടെയുള്ള അതിനകത്ത് കേസ് ഡയറി അതിൻ്റെ രേഖകളൊക്കെ വരും. റിമാൻഡ് റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അന്വേഷണ ഏജൻസികൾ കോടതിയിൽ കൊടുക്കുന്ന രേഖകളൊക്കെയാണ്. അതെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയിൽ അവരുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ എന്തോ സീരിയസ് ആയിട്ടുള്ള മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതും ഇവർ മാത്രമല്ല പ്രതികൾ അത് ശരിയായ ദിശയിലേക്ക് പോകുന്നുണ്ടോ, അതിൻ്റെ ട്രെയിൽ കണ്ടെത്തി എവിടേക്ക് എത്തുന്നു എന്നുള്ള ചോദ്യം അത് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആയതുകൊണ്ട് താങ്കൾ പറഞ്ഞ ചില കേസുകളിലൊന്നും ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാതെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള കേസുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഒരു 40-50% കേസുകളിലൊക്കെ ഇത് കൺവിക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് വേറെ പല കേസുകളിലും. അപ്പം കോടതി ഒന്നാമത് ഡയറക്റ്റ്ലി മോണിറ്റർ ചെയ്യുന്നത് തന്നെ അപൂർവമായിട്ടുള്ള കേസുകളാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു അവിശ്വാസം രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഉത്തരവുകൾ വരുന്നു. അത് ഒരു ബെഞ്ചല്ല, വേറൊരു ബെഞ്ചിൻ്റെ മുമ്പിൽ പോകുമ്പോഴും അതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ട്രയൽ കോടതി വരുമ്പോൾ ട്രയൽ കോടതി EDക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നു. അപ്പം മണി ട്രയൽ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ കൂട്ടി വായിച്ചാലും ഇതിനകത്ത് ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സാങ്കേതികത്വം പറഞ്ഞ് ഇവിടെ നിന്ന് ഒഴിവാകാൻ കഴിയുമെന്നുള്ളൊരു വാദത്തോട് യോജിക്കാൻ കഴിയില്ല. പക്ഷെ അത് ഏത് ദിശയിലേക്ക് പോകും, എവിടെ ചെന്ന് അവസാനിക്കും, ആരൊക്കെയാണ് ഇതിനകത്ത് വന്നുപെടാൻ പോകുന്നതെന്നുള്ളത് ഒരു ഊഹാപോഹങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. പ്രത്യേകിച്ച് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ആരെങ്കിലും യാതൊരു ബന്ധവുമില്ലാത്തവരെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം കഴിഞ്ഞ ഏകദേശം 10 വർഷമായിട്ട് ഇതേ ഗവൺമെൻറ് ആണല്ലോ ഭരണത്തിലിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവിടെ നടന്ന സംഭവങ്ങളും ഒക്കെയാണല്ലോ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അതുകൂടി അന്വേഷണ ഏജൻസികളുടെ സമക്ഷം കൊണ്ടുവരാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്, കോടതിയെ സഹായിക്കാൻ ബാധ്യസ്ഥരാണ്. കോടതിയിൽ പോയിട്ട് ഇതിൽ EDയെ അന്വേഷണത്തിന് നിയോഗിക്കരുത്, അല്ലെങ്കിൽ ഇത് സ്റ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇത് തടയാൻ, അല്ലെങ്കിൽ SITയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ആശാസ്യകരമല്ല. അതൊന്നും ഒരു സതുദ്ദേശപരമാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഒരു സ്റ്റേജിൽ അതിൽ കൂടുതൽ പറയാൻ കഴിയുന്നില്ല. പക്ഷേ എന്ന് പറയുമ്പോഴും ഈ കേസ് ആദ്യം മുതൽ പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ച് 9 ഇടക്കാല ഉത്തരവ് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പരിഗണിക്കുമ്പോഴും ഈ അന്വേഷണ സംഘത്തിൽ പരിപൂർണമായ വിശ്വാസം രേഖപ്പെടുത്തുകയും ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അന്വേഷണത്തിനെ ബാധിക്കുമെന്ന് എന്ന് കരുതി പോയ 8 ഇടക്കാല ഉത്തരവ് വ്യത്യസ്തമായി ആ 9ാമത്തെ ഇടക്കാല ഉത്തരവിൽ കാര്യമായൊന്നും പറയാതിരിക്കുകയും 1 മാസം സമയം നീട്ടിക്കൊടുത്ത് ചെയ്ത കേസിലാണ് മറ്റൊരു ബെഞ്ചിലും നേരെ ഓപ്പോസിറ്റായ ഒരു സാധനം വരുന്നത് എന്നൊരു പ്രശ്നം കൂടി അതിലുണ്ട്. ഞാൻ അതിലേക്ക് എത്താൻ പ്രശ്നം. ശ്രീ PK ഓമൻ, ഇവിടെ താങ്കൾ നേരത്തെ പരോക്ഷമായി പറഞ്ഞത് ഈ പറയുന്ന പോറ്റിയും റൊദ്ദം ജ്വല്ലറി ഉടമയൊക്കെ സോണിയാഗാന്ധിയെ പോയി കണ്ട ചിത്രങ്ങളൊക്കെയാണ് പറയുന്നത്. അത് 2019 ശേഷമല്ല. ഇപ്പോൾ നിലവിൽ SIT കണ്ടെന്ന് 2019 കൊള്ള തുടങ്ങി, 2024 തുടർച്ചയൊക്കെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു കൊള്ള ശ്രമം ഉണ്ടാവുന്നു എന്നൊക്കെയാണല്ലോ ഇപ്പോഴുള്ള കണ്ടെത്തൽ. ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ വാദം പറയാൻ കഴിയുമോ? ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഈ മാരകമായ കൊള്ള രാഷ്ട്രീയമായാണെങ്കിലും പ്രതിരോധിക്കാൻ പറ്റുമോ ശ്രീ PK യഥാർത്ഥത്തിൽ?
ശ്രീ ഹാഷ്മി, അങ്ങയുടെ ചോദ്യമുണ്ട്, 3 പേരുടെ ചർച്ചയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റണം. ഒന്ന്, ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണമാണ്. അതൊരു നിയമവിദഗ്ധൻ തന്നെ വന്നിരുന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത്തരം ഒരു ചർച്ച നടത്തിയാൽ അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചല്ല ഈ ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം. അത് മറ്റൊരു കോടതിയാണ്, സിംഗിൾ ബെഞ്ചാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും SIT കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നതുമായ മേഖലയെന്ന് പറഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചാണ്. ആ ബെഞ്ച് ഇത്തരം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ബെഞ്ചാണ് ഇത് പ്രകടിപ്പിച്ചത്. മറ്റവരുടെ മുമ്പിൽ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. SITയെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒരു തരത്തിൽ ഇടപെടാതെ ബഹുമാന്യ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ മാത്രം നടക്കുന്ന ഒരു സംവിധാനമാണ്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് SITയുടെ ഒരു മിടുക്കായിട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അന്ന് പറഞ്ഞു SIT നിങ്ങളുടെ കയ്യിലല്ല, അത് കോടതിയുടെ കയ്യിലാണ്, അതുകൊണ്ട് നിങ്ങൾ മിടുക്കെടുക്കണ്ട. ഇനി പത്മകുമാറിന് ശേഷം ആരെങ്കിലും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുത്തോണം, അതിൻ്റെ ഉത്തരവാദിത്വം SIT എടുത്തോണം. ഈ ഇരട്ടത്താപ്പ് കേരളീയ സമൂഹം തിരിച്ചറിയും. അതുകൊണ്ട് SITയുടെ പ്രവർത്തനം നന്നായിട്ട് തന്നെ പോകുന്നു, അതിൽ സർക്കാർ ഇടപെടുന്നില്ല. പക്ഷേ മാധ്യമങ്ങളും പ്രതിപക്ഷവും നാളെ ഇന്നാരെ അറസ്റ്റ് ചെയ്യണം, മറ്റന്നാൾ ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നൊരു ലിസ്റ്റ് കൊടുത്തിട്ട് SITയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല. അവർക്ക് തെളിവുകൾ കിട്ടാതെ അവർക്ക് കോടതിയുടെ മുമ്പിൽ ഇത് കൃത്യമായി ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ മാത്രമേ അവർക്ക് അറസ്റ്റിലേക്ക് പോകാൻ പറ്റൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇത് വളരെ കൃത്യമാകാൻ പോവുകയാണ്. അതിനകത്ത് സോണിയാഗാന്ധിയുടെ പേരൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ല. പക്ഷേ ഞാൻ അങ്ങനെ പറയുമെന്ന് ഭയപ്പെട്ട് തന്നെ UDFൻ്റെ പ്രതിനിധി ശ്രീ വസന്ത് അതിന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വർത്തമാനം പറയുകയാണ്. നിങ്ങൾ അന്വേഷിച്ചോ, നിങ്ങൾ അവരുടെ പേര് കേസെട്, അവരുടെ പേര് നടപടിയെട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ട് അങ്ങ് പറയുന്നത് 2019 മുമ്പുള്ള ഫോട്ടോ ആണ്. എന്നുള്ള ഫോട്ടോ ആണെന്നൊക്കെ ഉള്ളത് ആരെങ്കിലും ബോധ്യപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞില്ല 2019 ശേഷമുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ 2019 മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയപ്പോൾ ഒരാൾ, അങ്ങക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവരുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഡൽഹി ചെന്നിട്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഡേറ്റ് ചോദിച്ച് കിട്ടാത്ത വലിയ ചർച്ച ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ പല MP-മാർക്കും ഡേറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലെ പ്രധാന മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക്. അങ്ങനൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രവേശന അനുമതി ലഭിക്കുന്നത്, ഗോവർദ്ധന് പ്രവേശന അനുമതി ലഭിക്കുന്നത്, ഭണ്ഡാരിക്ക് അനുമതി ലഭിക്കുന്നത്? ഇനി കൊണ്ടുപോകുന്നതാരാ? ഇന്നത്തെ UDFൻ്റെ കൺവീനർ, ശബരിമല ഉൾപ്പെടുന്ന സ്ഥലത്തെ MLA, അതുപോലെ തന്നെ ആ പ്രദേശത്തെ MP ശ്രീ ആൻഡോ ആൻ്റണി, ഇവരെല്ലാവരും കൂടി ഇദ്ദേഹത്തെ ശ്രീമതി സോണിയാഗാന്ധിയുടെ മുമ്പിൽ കൊണ്ടുചെല്ലണമെങ്കിൽ അതിന് പ്രവേശനാനുമതി കിട്ടണം. എയർപോർട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ സെൽഫി എടുക്കുന്ന പോലല്ല. ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടു ചെന്ന് നിന്ന് ആരും എടുക്കും, നിങ്ങളും എടുക്കും, ഞാനും എടുക്കും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ സെലിബ്രിറ്റി എടുക്കും. നമ്മളൊക്കെ അങ്ങനെ വ്യക്തിപരമായി എടുക്കില്ലെന്ന് വേറെ പ്രശ്നം. പൊതുവെ ആളുകൾ അങ്ങനെ സ്വീകരിക്കും. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തതല്ല, ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഗോവർദ്ധൻ അവിടെ വെച്ച് മനോഹരമായ ഒരു സമ്മാനം അത് ആ ഫോട്ടോയിലുണ്ട്, ശ്രീമതി സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം സ്വർണ്ണപ്പാളിയുടെ വിഹിതമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സംഭവം എന്താ, അത്രയും വലിയ ബന്ധം കോൺഗ്രസ് നേതൃത്വമായിട്ട് പറയാൻ കഴിയില്ല. കാര്യം സ്വർണ്ണപ്പാളി കട്ടത് 2019 2019 മുമ്പ് സ്വർണ്ണപ്പാളി വിധം കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ പറയാതെന്ന് 2010 അതില്ലേ ഞാൻ അല്ല, താങ്കൾക്ക് വ്യക്തത ഉണ്ടെങ്കിൽ പറയണം. ഞാൻ പറഞ്ഞു സ്വർണ്ണപ്പാളിയുടെ വിഹിതം കൊണ്ട് സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു എന്ന് താങ്കൾ ആരോപിക്കുകയാണെങ്കിൽ 2019 ശേഷമാണോ പോയി കണ്ടത്? താങ്കൾക്ക് ബോധ്യം ഉണ്ടാവണ്ടേ? ബോധ്യം ഇല്ലാത്ത കാര്യം പറയാമോ? ഹാഷ്മി ശ്രീ ഹാഷ്മി താജെ, നിങ്ങൾ എന്ത് ഉത്തരവാദിത്തത്തിലെ വർത്താനം പറഞ്ഞേ? ബ്രേസ്ലെറ്റ് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചോ? ഉപയോഗിച്ചു. ചരട് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചോ? കെട്ടുന്ന കാര്യം ഞാൻ ഉപയോഗിച്ചോ? ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ മുൻധാരണയിൽ നിന്നുകൊണ്ട് പറയുക. മറ്റ് ചർച്ചകളിൽ വന്ന കാര്യം അത്. ഞാൻ വേറെ ചർച്ചയെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല, ഈ ചർച്ചയെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇതുവരെ വാക്ക് ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 2010 എങ്ങനെ 2019 അവിടുത്തെ പാളിയുടെ വിഹിതം കൊണ്ട് സോണിയാഗാന്ധി കൊടുത്തോ? താങ്കൾ എന്ത് ബോധ്യത്തിലാ പറയുന്നേ? ഞാൻ പറയുന്നില്ല സാർ. ഞാൻ പറഞ്ഞത് സ്വർണ്ണപ്പാളിയുടെ വിഹിതമാണ്. നിങ്ങൾ കേൾക്ക് മിസ്റ്റർ, നിങ്ങൾ കേൾക്ക്. 2019 ശേഷം അതിന് മുമ്പോ എന്നുള്ളതല്ല എൻ്റെ വാദം. ഇതാണ്, സോണിയാഗാന്ധിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് സ്വർണ്ണപ്പാളി കൊടുത്തോ ഇല്ലയോ എന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല. എൻ്റെ പോയിന്റ് വേറെയാണ്. അതിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകണ്ട. അത് കൺവിൻസ് ചെയ്യാവുന്ന കാര്യം ഞാൻ പറയുന്നത്. 2019 മുമ്പോ ശേഷം എന്നും ആവട്ടെ, കൊണ്ടു കൊടുത്ത സ്വർണ്ണമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സമ്മാന പൊതി കൊടുക്കുന്ന പടം ഉണ്ട് അതിനകത്ത്. അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ,
ചിലപ്പോൾ അതൊരു കേക്കായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ അങ്ങനെ സോണിയാഗാന്ധിയുടെ അനുവാദം വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ ഒരു സാധാരണ പ്രതിപക്ഷ നിരയിൽപ്പെട്ട ഒരാൾ ചെയ്യുമോ? വേറൊരു പാർട്ടിപ്പെട്ട നമുക്ക് മുന്നിലുള്ള എന്താണ്? ആത്മബന്ധമുള്ളവർ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചിത്രമാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്ന സംഘമായി നിൽക്കുന്ന ചിത്രമുണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി 1-to-1 ഒരു 2 കസേര സംസാരിക്കുന്ന ചിത്രമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ അതിൽ പങ്കുണ്ട് എന്നാണോ അങ്ങയുടെ ലോജിക്ക്? നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം 2019 നാട് ഞെട്ടിയ ഒരു മഹാകൊള്ളയുണ്ടായി. ആ കൊള്ള അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ബന്ധമുണ്ടോ എന്ന് കോടതിക്ക് സംശയമുള്ള ഒരു കൊള്ളയാണ്. ഇപ്പോഴും സ്വർണ്ണം എവിടെന്ന് കണ്ടെത്താൻ SIT കഴിയുന്നില്ല. അങ്ങനെ ഗുരുതരമായ ഒരു 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 ക്ഷേത്ര കവർച്ചയുടെ കാര്യത്തിൽ അങ്ങ് ഏതെങ്കിലും ചിത്രം പറഞ്ഞ് പ്രതിരോധിക്കുന്നാൽ അത് നിലനിൽക്കുന്ന പ്രതിരോധമാണോ എന്ന് അങ്ങ് ആലോചിക്കൂ ശ്രീ PK ഗോപൻ. ഞാൻ പറയുന്നത് അങ്ങ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഒരു ചിത്രത്തിൻ്റെ പേരിൽ നിങ്ങൾ അതിനെ നിസ്സാരമാക്കരുത്. ആ ഒരു ചിത്രം ഒരു മെസ്സേജാണ്. എൻ്റെ ചോദ്യം, പോറ്റിയെ കയറ്റിയെ എന്ന് ഞാൻ ഇനിയും പാടും. ആരാണ് പോറ്റിയെ കയറ്റിയത്? പോറ്റിയെ കയറ്റിയത് ഇവിടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർത്തിയ നേതൃത്വം കൊടുത്ത ആളിൻ്റെ പേര് പ്രയാർ ഗോപാലകൃഷ്ണ. എൻ്റെ സഹപാനശ്ചികൾ രണ്ടുപേർക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. കോൺഗ്രസും BJP ആയിരുന്നു. ആ പ്രയാർ ഗോപാലകൃഷ്ണൻ സംഘടിപ്പിച്ച പന്തളം കൊട്ടാരവുമായിട്ട് ചേർന്ന് സംഘടിപ്പിച്ച ആ പ്രതിഷേധത്തിൽ കണ്ണിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ആളുകൾ. അപ്പൊ അന്നേ ഉണ്ട് ബന്ധം. അത് 2019 അല്ലല്ലോ. ഇത് ഇവരിപ്പോ കോൺഗ്രസിന്റെ പ്രതികൾ ഈ ചർച്ചയിൽ എല്ലാ ചാനലിലും വന്നിരുന്നിട്ട് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഇവരുടെ സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ടോ? നിങ്ങൾ ആങ്കർ മോഡറേറ്റർ നിശ്ചയിക്കേണ്ടത് ഇവരുടെ സമയം അനുവദിച്ചു കൊടുക്കുമ്പോൾ ഇടപെടുത്ത് ഞങ്ങളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങൾ 4/1 സമയം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ പോയിന്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന പോയിന്റ്, അവതാരകനെ സംബന്ധിച്ചിടത്തോളം അവതാരകൻ പറയുന്ന പോയിന്റ് ഞങ്ങൾ പറഞ്ഞോളാം. മറ്റുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതൊന്നും ഞങ്ങൾ പറഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ട് മുസ്ലിം ലീഗ് എഴുതി കൊടുത്ത പാട്ട് കേരളമാകെ ബൂത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നവർ ഈ സോണിയാഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടായിരുന്നു പോറ്റിക്ക് ആത്മബന്ധം. ഗോപാലകൃഷ്ണനാണ്. പോറ്റിയെ ശബരിമലയിൽ അജിറ്റേഷനിൽ പങ്കെടുപ്പിച്ചത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അതാണ് അതിന്റെ ദൈവം. അത്ര നിഷ്കളങ്കമായിരുന്നു മുസ്ലിം ലീഗ് കയറി വന്നത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം എഴുതി കൊടുത്തത് അല്ലല്ലോ. അല്ല മുസ്ലിം പ്രവർത്തനം അല്ല എഴുതി കൊടുത്തത്. അല്ലല്ല മുസ്ലിം പ്രവർത്തനം അല്ല എഴുതി കൊടുത്തത്. അല്ല അയാൾ കോൺഗ്രസ്സുകാരനാണ്. അല്ലാതെ അയാൾ കോൺഗ്രസ്സുകാരനാണ്. അയാൾ കോൺഗ്രസ്സുകാരനാണ്. അല്ല PK ഗോപൻ, താങ്കൾ നൈസായിട്ട് ഇടയ്ക്കൂടെ അത് തിരികേറ്റോട് ചോദിച്ചാ അത്ര നിഷ്കളങ്കം അല്ലെന്ന് ഞാൻ പറയാം. ആ പോറ്റിയെ കയറ്റി എഴുതി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തന. അല്ല അല്ല താങ്കൾ സംശയമുണ്ടോ? അല്ല താങ്കൾക്ക് സംശയമുണ്ടോ? ആ പാട്ട് എഴുതിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനമല്ല, കോൺഗ്രസിന്റെ പ്രവർത്തനമാണ്. താങ്കൾ സംശയമുണ്ടോ? ആയിക്കോട്ടെ സാർ, തർക്കമില്ല. നിങ്ങൾ വാദിച്ചുറപ്പിച്ചോ, എനിക്ക് തർക്കമില്ല. അതായത് ഇവിടെ അദ്ദേഹം പറഞ്ഞത് അതെ നിങ്ങൾ അല്ല, ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ വേറെ വാശി പിടിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഇവിടെ പച്ച കള്ള ഇരുന്നുകൊണ്ട് ഗാനത്തിനകത്ത് പ്രിയപ്പെട്ട വികാരങ്ങളെ നിങ്ങളൊന്ന് വ്രണപ്പെടൂ എന്ന് ചില നേതാക്കളൊക്കെ ഒന്ന് പ്രസംഗിന്ന് കേട്ടു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് മുസ്ലിം ലീഗ് കയറി വന്നപ്പോഴത്തേക്ക് അത്ര നിഷ്കളങ്കമല്ല എന്ന് ഞാൻ പറഞ്ഞ PK ഗോപൻ. അങ്ങ് പറഞ്ഞു പൂർത്തിയാവും, ഞാൻ ഇടപെടില്ല. എൻ്റെ ഹാഷ്മി താജ് ഇബ്രാഹിം അങ്ങുൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നല്ല പരിശോധന നടത്തണം. ഒരു ബാലൻസിങ്ങും ഇല്ലാത്ത ചർച്ചയാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് BJPയുടെ ഒരു പ്രതിനിധി വേണം, കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി വേണം. നിങ്ങൾ ദുർബലരാ സാർ. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളെ നിങ്ങൾക്ക് പേടിയാണ്. കാരണം നിങ്ങൾക്ക് അത് രണ്ടും മാത്രം പോരാ, പിന്നെ നിങ്ങൾക്കൊരു വലതുപക്ഷ നിരീക്ഷണം കൂടി വേണം. താങ്കൾ ഒരു വ്യാജ കണ്ടുപിടിച്ചു, അത് കേരളത്തിലെ ഞാൻ ഒരു അടുക്കും പറഞ്ഞില്ല. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഏത് പാർട്ടി നിങ്ങൾ വീണ്ടും അതിൽ തന്നെ കുരുക്കിയിടുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. ഈ പറയുന്ന ആള് TK ഹംസയുടെ സുഹൃത്ത്, TK ഹംസയുടെ ജീവിതകഥ പാട്ടാക്കി മാറ്റിയ ആൾ, അദ്ദേഹം മനോഹരമായ ആത്മകഥാംശമുള്ള സാധനം എഴുതുന്നതാണെന്ന് അവതാരികയിൽ TK ഹംസ എഴുതിയ ആൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് PK ഗോപൻ. അങ്ങനെ അറിയില്ല പറഞ്ഞായിരിക്കും. ഇപ്പോൾ അത് വിട്ടേക്കും, അങ്ങ് പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കോളൂ.
അല്ല ശ്രീ ഹാഷ്മി, അദ്ദേഹം ഇട്ട 2 പോസ്റ്റ് കിടപ്പുണ്ട് അങ്ങയുടെ അല്ല അത് വേറെ കാര്യം. അല്ല അതൊക്കെ വേറെ അദ്ദേഹം കാര്യം. ഇട്ട സ്ത്രീവിരുദ്ധമായ ഒരു പോസ്റ്റ്, അല്ല അതൊക്കെ ഉണ്ട്. അദ്ദേഹം സഖാത്തി എന്ന് വിളിച്ച് അതൊക്കെ ഉണ്ടെന്നേ. സതീശനെ അദ്ദേഹം വളരെ മാന്യത ഞാൻ പറഞ്ഞില്ലോ. ഒരു വനിതയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ മാന്യനാണെന്നോ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യം ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. സതീശനെ അച്ഛനായി താങ്കൾ പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രവർത്തകർ എഴുതി കൊടുത്ത പോറ്റിയെ കയറ്റിയ പാരടിപ്പാട്ട് അത് എഴുതിയത് മുസ്ലിം ലീഗുകാരനല്ല, അത് കോൺഗ്രസ്സുകാരനാണ്. ഞാൻ തിരുത്തുകയായിരുന്നു. അത് ഞാൻ തിരുത്തണ്ടേ പി കെ ഗോപൻ? അതെ, ഹാഷ്മിയുടെ ധാരണ അതാണ്. ഹാഷ്മി അല്ല ധാരണയല്ല, അത് സത്യമാണ്. താങ്കൾ അങ്ങനെ പറയല്ലേ? പറഞ്ഞത് പത്മകുമാർ താങ്കളുടെ ആ ധാരണ തെറ്റാണ്, അത് തിരുത്താണ് ചെയ്തത്. അതിന്റെ ഉത്തരബോധത്തിൽ ഞാൻ പറയുന്നത്. പറഞ്ഞു തീരുമ്പോ എന്നെ വിളിച്ചാൽ മതി. അങ്ങ് പറയൂ. ഇല്ല, സാറ് പറഞ്ഞു തീർന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. അങ്ങ് പറഞ്ഞു തീർന്നിട്ട് സമയമുണ്ട് എന്നെ വിളിച്ചാൽ മതി. അങ്ങ് പറഞ്ഞാട്ടെ. അങ്ങ് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയമുണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം സമയം കൊടുത്തിട്ട് കിട്ടുമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ പാട്ട് എഴുതിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനല്ല, അത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അത് അങ്ങയുടെ ധാരണ തെറ്റാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങ് പറയൂ. വീണ്ടും അങ്ങ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇത് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ പച്ച കള്ളോ വീണ്ടും അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതിന് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ? പത്മകുമാർ ദൈവതുല്യരെന്ന് പറഞ്ഞ് അത് ആരെയാ ഉദ്ദേശിച്ചത്? എവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? പത്മകുമാർ പറഞ്ഞ ദൈവതുല്യരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദൈവം ആരാ നമ്മൾ കണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞാൻ ചരട് കെട്ടിക്കും. ഞാൻ അതുവരെ പറഞ്ഞില്ല, ഇപ്പം ഞാൻ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുത്ത എന്ത് കെട്ടിയെന്നായിക്കോട്ടെ, കെട്ടിക്കൊടുത്ത ആളാണോ ദൈവതുല്യർ അതോ ഇപ്പുറത്തുള്ളതാണോ കണ്ടോട്ടെ. ഇനി പത്മകുമാർ ദൈവതുല്യർ എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണ് പറഞ്ഞേ? ശബരിമലയെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ വ്യാഖ്യാനിക്കും അതിനെ? ശബരിമലയിലെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ. എവിടുത്തെ ദൈവം മൈനർ? മേജർ ആരാ? അവിടുത്തെ പ്രധാനപ്പെട്ട മേജർ എന്ന് പറയുന്ന ആരാ? തന്ത്രിയാണ്. അപ്പൊ ദൈവതുല്യർ എന്ന് പറഞ്ഞാൽ ആരാ? ആർക്കായത് അറിയാൻ വയ്യാത്ത? അതിലേക്കാണ് ഈ അന്വേഷണം ഇനി പോകേണ്ടത്. തന്ത്രി എന്തിനാണ് ശബരിമലയിൽ നിന്ന് പുറത്തുപോയി പൂജ നടത്താൻ പോകുന്നത്? തന്ത്രി എന്തിനാണ് ഗോവർദ്ധൻ വിളിച്ച പൂജയ്ക്ക് പോയത്? തന്ത്രി എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ച പൂജയ്ക്ക് പോയത്? ദൈവതുല്യരെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും പരിമിതിയുണ്ട്. അവിടുന്ന് ഒരു സാധനം പുറത്തേക്ക് പോകണമെങ്കിലോ പുറത്തുനിന്നൊരു സാധനം അകത്തേക്ക് കയറണമെങ്കിലോ തന്ത്രിയുടെ അനുവാദം ഇല്ലാതെ പറ്റില്ല. ആ തന്ത്രി ശബരിമലയിൽ ദൈവ ആരാധനയ്ക്ക് വരുന്ന ആളുകളെ പരിചരിക്കുക എന്നുള്ളതിനപ്പുറത്ത് അവർ വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് പോയി അവിടെ പോയി പൂജ നടത്തേണ്ട യാതൊരു ബാധ്യതയില്ല. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് അവർ പരിഗണിക്കുന്നതും പൊതുസമൂഹം പരിഗണിക്കുന്നതും തന്ത്രി സെറ്റിനെയാണ്, പുരോഹിത വർഗത്തെയാണ്. ആ പുരോഹിത വർഗം ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ കരുതണോ എന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോദിച്ചാൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയ മന്ത്രിക്ക് മേലുള്ള മുഖ്യമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറയുന്നു. ഇതേ ആളിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കഴിഞ്ഞ 8 പ്രാവശ്യം മുഖ്യമന്ത്രിയാണ് എന്ന പരോക്ഷ വിമർശനം വസന്തിന്റെ രാഷ്ട്രീയ ആരോപണം. ഈ പറയുന്ന തന്ത്രിയാണ് എന്നുള്ളത് അങ്ങയുടെ വ്യാഖ്യാനം. നമുക്കറിയില്ല, അത് SIT അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരാണ് എന്ന് പറഞ്ഞത് SIT അന്വേഷിച്ച് നമുക്കറിയോ? തന്ത്രിയാണ് നമുക്കറിയോ? പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ അല്ല, പറയട്ടെ, പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ രാഷ്ട്രീയക്കാരല്ല. അത് ശതമാനം ശരിയാണ്. ശബരിമലയല്ല, ഒരു ക്ഷേത്രത്തിന്റെ സാമാന്യ കാര്യങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അത് മൂർത്തിയുടെ പിതാവിന്റെ സ്ഥാനമാണ് തന്ത്രിമാർക്ക്. ശബരിമലയിലെ മൂർത്തി ശബരിമല അയ്യപ്പനാണ്. അയ്യപ്പന്റെ ദേവസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിന് മുകളിലുള്ള സ്ഥാനമായിട്ട് സമൂഹം കൽപ്പിക്കുന്നത് അവിടുത്തെ തന്ത്രിമാരെയാണ്, പുരോഹിതരെയാണ്. ശരി, പക്ഷേ CPM ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറാണ് പറയുന്നത്. അങ്ങ് പറയുന്ന വിശ്വാസത്തിന്റെ എഴുകേറിയുള്ള പരിശോധന CPM ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് ബാധകമാകേണ്ടതുണ്ട്. എനിക്കറിയില്ല. SIT അത് അന്വേഷിക്കട്ടെ, SIT കണ്ടെത്തട്ടെ. നമ്മൾ പറയേണ്ട കാര്യമില്ല. പത്മകുമാർ വിശ്വാസിയാ സാർ. ഞങ്ങൾ വിശ്വാസികളെ മാത്രമേ ശബരിമലയുടെ ഭരണം ആ വിശ്വാസിയാണ് ഈ പറയുന്ന കേസിൽ ഇപ്പോ ആ വിശ്വാസികളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന മാരക ക്ഷേത്രക്കൊള്ളയിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു എല്ലാ വിശ്വാസികളും. പോറ്റിയും ഈ പറയുന്ന പോറ്റിയൊക്കെ വിശ്വാസിയാണ്. വിശ്വാസം അടുത്തൂടെ പോയിട്ടുണ്ടോ? കടകംപള്ളിക്കെതിരായിട്ട് കടകംപള്ളിക്കെതിരായിട്ട് VD സതീശൻ ആക്ഷേപം ഉന്നയിച്ചു. എങ്ങനെയുള്ള ആക്ഷേപം ഉന്നയിച്ചേ? സ്വർണം കച്ചവടം നടത്താൻ കൂട്ടുനിന്നെന്നും അതിന് നേതൃത്വം കൊടുത്തെന്നും ഈ കടകംപള്ളി സുരേന്ദ്രൻ മാനനഷ്ട കേസ് കൊടുത്തു. 7 or 8 തവണയായിട്ട് കോടതി VD സതീശനോട് പറഞ്ഞു തെളിവ് ഹാജരാക്കാൻ. അദ്ദേഹം തെളിവ് ഹാജരാക്കുന്നില്ല, രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ തെളിവില്ലാതെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. സാറിന്റെ ഒരു മധുര സ്മരണ ഞാൻ വസ്തുത കാര്യം മറുപടി EDയെ സംബന്ധിച്ചുള്ള ഒരു മധുര സ്മരണ ഇവിടെ പറഞ്ഞു. ഒരു ഇടവേള അടിയന്തരം പോകണം, ഒറ്റ ഇടവേളും പോയില്ല. ശ്രീ വസന്ത, പി കെ ഗോപൻ പറഞ്ഞതിന് മറുപടി. 2-3 കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ഒന്ന് അദ്ദേഹം പറഞ്ഞത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒപ്പം ആരെങ്കിലുമൊക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ നമുക്ക് സുലഭമാണ് ഓൺലൈനിൽ. ഇപ്പോൾ ഹാഷ്മി ഒരു കാര്യം ചെയ്യണം, അത് അങ്ങയുടെ ബ്രൗസർ ഏതാണെങ്കിലും
അതെടുത്തിട്ട് പിണറായി വിജയൻ സ്മൈലിംഗ് ഫോട്ടോസ് എന്ന് അടിച്ചു നോക്കണം, എന്നിട്ട് ഇമേജസ് എടുക്കണം. അപ്പോൾ PR ഏജൻസി അദ്ദേഹത്തിൻ്റെ തന്നെ PRD വെളിയിൽ വിട്ടിരിക്കുന്ന ചിത്രങ്ങളല്ലാതെ രണ്ടു പേർക്കൊപ്പം സ്മൈൽ ചെയ്ത് ചിരിച്ച് വളരെ സന്തോഷ ആനന്ദ തുന്തിലനായി നിൽക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് കിട്ടുക. ഒന്നാമത് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദിയോടൊപ്പമാണ്. രണ്ടാമത്തെ ചിത്രം ഇതാണ്. ആ ചിത്രത്തിൽ ഏത് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ചെന്ന കുട്ടിയുടെ കൈ തട്ടി മാറ്റിയ പിണറായി വിജയൻ, സഹാവ് പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ, അദ്ദേഹം വളരെ ചിരിച്ച് ആനന്ദ തുന്തിലനായി ചെവിയിൽ സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവർ തമ്മിൽ പറഞ്ഞ ഇതായിരിക്കും. പിണറായി വിജയൻ പറഞ്ഞു, പോറ്റി അത് LDF വരും, എല്ലാം ശരിയാകും. ഉടനെ പോറ്റി തിരിച്ചു പറഞ്ഞു, അങ്ങനെയല്ല സഹാവേ, LDF വരും, എല്ലാം ചെമ്പാകും, നമുക്കിതെല്ലാം ചെമ്പാക്കണം എന്നാണോ ഇവർ തമ്മിൽ പറഞ്ഞത് എന്നതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. രണ്ടാമത് ഡോക്ടർ പി കെ ഗോപനെ പോലെയുള്ള ഒരാളുടെ വായിൽ നിന്ന് വളരെ മുനവെച്ച രീതിയിൽ മുസ്ലിം ലീഗ് എന്ന പരാമർശം വരുന്നത് എന്നെ അടക്കം ഭയപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ വെട്ടി സീറ്റ് മേടിച്ച M മുകേഷിൻ്റെ വായിൽ നിന്നാണ് ഇത് വരുന്നതെങ്കിൽ നമുക്ക് പേടിക്കേണ്ടതില്ല. കാരണം M മുകേഷ് ഒരു പാർട്ടി കേഡറൊന്നുമല്ല. പക്ഷേ പാർട്ടി കേഡറായി കൊല്ലം ജില്ലയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയ ഡോക്ടർ പി കെ ഗോപനെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു രക്ഷയുമില്ലാതെ വരുമ്പോൾ ധാരണയില്ലാതെ പറഞ്ഞായിരിക്കുന്നേ അധികം ഉണ്ടാവണമെന്നില്ല, ദുഷ്ടങ്ങൾ ഉണ്ടാവണമെന്നില്ല. അല്ല ഹാഷ്മി, അങ്ങ് അറിയാവുന്നല്ലേ? ആ പറഞ്ഞോ. അദ്ദേഹത്തിന് ദുഷ്ടലാക്കില്ല, ഡോക്ടർ പി കെ ഗോപന് ആ ദുഷ്ടലാക്കില്ല. പക്ഷേ CPM ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ പാട്ടുമായി ബന്ധപ്പെട്ട വിവാദവും പരാതിയും വരുന്ന എപ്പോഴാണ് ശ്രീ ഹാഷ്മി? ഈ പാട്ട് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഞങ്ങളെല്ലാം പാട് നടന്നില്ലേ? അപ്പോൾ എപ്പോഴേലും വന്നോ? ഇല്ല. തിരഞ്ഞെടുപ്പിന് ശേഷമാണ് 24 അടങ്ങുന്ന മാധ്യമങ്ങൾ ശ്രീ PC വിഷ്ണുനാഥും KC വേണുഗോപാലും ശ്രീ VD സതീശനും അടക്കമുള്ളവർ ഈ പാട്ട് പാടിയത് ആരാണ് എന്ന് കണ്ടെത്തി അവരെ അഭിനന്ദിക്കുന്നത്. അപ്പോഴാണ് ഈ പാട്ട് പാടിയതും എഴുതിയതും ആരാണ് എന്ന് വെളിവാക്കപ്പെടുന്നത്. അങ്ങനെ വെളിവാക്കപ്പെട്ടപ്പോഴാണ് ഈ പാടിയതും എഴുതിയതും രണ്ട് മുസ്ലിം നാമധാരികളാണ് എന്ന് മനസ്സിലാവുന്നത്. അത് മനസ്സിലായതിൻ്റെ ആദ്യ മണിക്കൂറിൽ പരാതിയുമായി ഇറങ്ങി പുറപ്പെട്ട ആളാണ് ഇദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി പത്തനംതിട്ടയിൽ, മുൻ MLA, ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷമാണ് CPMന് ഇത്രമാത്രം ഹാലിളകിയത്. അതിനുശേഷമാണ് ഇവർക്ക് മനസ്സിലായത് ഇതിലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു സുവർണ അവസരം. മുസ്ലിം നാമധാരിയാണ് പാട്ട് എഴുതിയത്, അതുകൊണ്ട് നമുക്കെതിരെയുള്ള പാട്ട് ആർക്കെതിരെ തിരിക്കാം, മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവരാണ് ഇവരുടെ പാർട്ടി. ആ പാർട്ടിയുടെ ഓരത്ത് കിടക്കുന്ന ആളെന്ന നിലയിൽ ആ മണം, ആ കാറ്റ് അത് ഗോവനെയും പക്ഷേ രാജ്യത്തെ വളരെ വർഷങ്ങളെ വ്യക്തിപരം നേരിട്ടറിയാവുന്ന ആളെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പോലും അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ആളാട്ടോ ശ്രീ വസന്തരേഖ. അല്ല, അങ്ങനെ ഉണ്ടാവരുത്. പക്ഷേ ഈ പറയുന്ന ക്രൊണോളജി ഉണ്ടല്ലോ ശ്രീ ഹാഷ്മി, ആ ക്രൊണോളജി പരിശോധിക്കുമ്പോൾ കേരളത്തെ അരിയാഹാരം കഴിക്കുന്നവർ അങ്ങനെ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിക്കാൻ തൽക്കാലം നമുക്ക് സാധിക്കൂ. കാരണം CPMനെതിരെ സമരം ചെയ്ത വയൽക്കിളികളെ RSS ആക്കിയവരാണ് ഇവർ. CPMനെതിരെ കേരളയിൽ സമരം നടക്കുമ്പോൾ അവിടെ SDPI ആണ് എന്ന് പറഞ്ഞവരാണ് ഇവർ. CPMനെതിരെ വിഴിഞ്ഞത്ത് സമരം നടക്കുമ്പോൾ പുരോഹിതന്മാരെ തീവ്രവാദികൾ എന്ന് വിളിച്ചവരാണ് ഇവർ. അതായത് CPMനെതിരെ സമരം നടത്തുന്നവരെല്ലാം വർഗീയ ചാപ്പ് കുത്തി അവരെ ഒതുക്കാൻ ശ്രമിക്കുന്ന പാർട്ടി പാരമ്പര്യം ആർക്കുണ്ട്? CPMനുണ്ട്. അത് ഈ കേസിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചാൽ, അല്ലെങ്കിൽ എന്നെ പോലൊരു സാധാരണക്കാരൻ സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല. അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വലിയ പ്രാർത്ഥനയോടുകൂടി നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ഒന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ്, അല്ല ഒരു 10 സെക്കൻഡ് ഹാഷ്മി, 10 സെക്കൻഡ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന സമരവുമായി ബന്ധപ്പെട്ട് ആ സമരത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തത്, അതായത് ശബരിമല സമരത്തിന്, ശരിയാണ്, ശബരിമല സമരത്തിനും ശബരിമല കോടതി വിധിക്കെതിരായ കോടതിയിലെ നിയമ പോരാട്ടത്തിനും നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ശബരിമല സമരത്തിൻ്റെ മെയിൻ സ്പോൺസർ, ശബരിമല സമരത്തിൻ്റെ സംഘ് പരിവാർ വേർഷൻ്റെ മെയിൻ സ്പോൺസർ, ഫണ്ടർ അത് ആരായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അത് പത്മകുമാറാണ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോൾ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇന്നത് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മോഷ്ടാക്കൾ ആയി മാറിയിട്ടുണ്ട്. M4 മോഷ്ടാക്കളായി അങ്ങനെ ഇല്ലാത്ത വികാരം വ്രണപ്പെടാവോ എന്നാലും അപേക്ഷ നടത്തിയെങ്കിലും അങ്ങനെ വ്രണപ്പെടില്ല എന്ന് കേരളം ബോധ്യപ്പെടുത്തിക്കൊണ്ട ദിവസം കൂടി നമ്മൾ കണ്ടതാണ്. പോട്ടെ, അത് വേറെ കാര്യം. JR പത്മകുമാർ, ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. അത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ കേസ് പറയുന്നത് ദേവസ്വം ബെഞ്ചിലാണ്. ഇതിൻ്റെ തുടരന്വേഷണ റിപ്പോർട്ടിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകളൊക്കെ ഇരിക്കുന്നത് ദേവസ്വം ബെഞ്ചിന് മുന്നിലാണ്. 9 ഇടക്കാല ഉത്തരവുകൾ ദേവസ്വം ബെഞ്ച് ഇറക്കിയതുമാണ്. ശരി, മറ്റൊരു ബെഞ്ചിലേക്ക് പോകുന്നു, മറ്റൊരു ബെഞ്ച് നിശ്ചിതമായി വിമർശിക്കുന്നു. അങ്ങനെ വിമർശിക്കുമ്പോൾ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മൊത്തം പറയുന്നത് ദേവസ്വം ബെഞ്ചാണെന്നിരിക്കെ തന്നെ അതും ഒരു ഹൈക്കോടതി ബെഞ്ചാണ്. അതിൻ്റെ പ്രാധാന്യമുണ്ട്. JR ഇത്
നിയമം വിദഗ്ധരൊന്നും അല്ലെങ്കിൽ പോലും നിയമം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും ഈ കാര്യം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ബോധ്യമാവും. ഞങ്ങളെല്ലാവരും പറഞ്ഞത് എന്താ, ഹൈക്കോടതി ബെഞ്ച് എന്നാണ്. ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചാണോ വേറെ സിംഗിൾ ബെഞ്ചാണോ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചാണോ എന്നുള്ളതല്ല. ഹൈക്കോടതി എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ട്. മാത്രമല്ല അദ്ദേഹം മനസ്സിലാക്കാതെ പോയതൊരു പ്രധാന കാര്യമുണ്ട്. ദേവസ്വം ബെഞ്ചിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി ജാമ്യാപേക്ഷയുമായി വേറൊരു ബെഞ്ചിൽ പോകുമ്പോൾ ആ ബെഞ്ചിനെ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ബോധ്യപ്പെടുത്തുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അവർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് നമ്മുടെ പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെൻറ് പ്ലീഡർമാർ ഏത് ബെഞ്ചാണോ ഈ ബെയിൽ പരിഗണിക്കുന്നത് ആ ബെഞ്ചിൽ കൊടുക്കുന്നത്. അവിടെ ലോക്കൽ പോലീസ് അല്ല കൊടുക്കുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത പ്രതിയുടെ ജാമ്യാപേക്ഷയാണ് സിംഗിൾ ബെഞ്ച് പരിശോധിക്കുന്നത്. ആ പരിശോധിക്കുമ്പോൾ കേസ് ഡയറി ഹാജരാക്കുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ദേവസ്വം ബെഞ്ചിലും ഈ കേസ് ഡയറി തന്നെയാണ് പരിശോധിക്കുന്നത്. ഈ ബെയിൽ പരിശോധിക്കുന്ന ബെഞ്ചും പരിശോധിക്കുന്നത് ഈ ഡയറി തന്നെയാണ്. ആ പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പറഞ്ഞ കാര്യങ്ങളാണ് 80-84 പേജുള്ള ബെയിൽ റിജക്റ്റ് ചെയ്ത ഓർഡറിനകത്ത് വന്നിട്ടുള്ളത്. അതൊന്ന് അദ്ദേഹം പരിശോധിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു കൂടുതൽ പത്മകുമാറിനെ കുഴപ്പത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കാനുള്ളത് 3 പേർ ഒരു തീരുമാനമെടുത്ത് ദേവസ്വം ബോർഡിൽ എല്ലാവർക്കും ഈക്വൽ പവർ ഉള്ള സമയത്ത് അതിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഈ ദേവസ്വം ബോർഡിൽ എടുത്ത തീരുമാനത്തിന് അപ്പുറം എന്തോ ഇടപെട്ടിട്ടുണ്ട് എന്നല്ലേ അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യണ്ടേ? മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആ കാലഘട്ടത്തിൽ 3 പേർ എടുത്ത തീരുമാനത്തിൽ ഒരാളെ മാത്രം അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ആള് മാത്രം കുറ്റക്കാരനായത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം സമർത്ഥിക്കുമ്പോൾ ഇതിനപ്പുറം ഈ തീരുമാനത്തിനപ്പുറം എന്താണ് ദേവസ്വം ബോർഡ് ഈ പത്മകുമാർ ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പറയേണ്ട ചുമതല കൂടി പി കെ ഗോപനുണ്ട്. ഞങ്ങളാരും ഈ പത്മകുമാറിന് മാത്രമായ ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത ആ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവർക്കും ഈക്വൽ ഗ്രാവിറ്റി ഉണ്ട് ആ തീരുമാനത്തിൽ. അതല്ല പത്മകുമാറിന് പ്രത്യേകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം ബോധ്യപ്പെടുത്തേണ്ടത് ഈ CPM മെമ്പറായിരുന്ന പത്മകുമാറിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച പി കെ ഗോവൻ പറയേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. സെക്രട്ടറി ആയിരുന്നു, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു, 25 വർഷക്കാലം തുടർച്ചയായിട്ട് പാർട്ടിയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം മാത്രം അറസ്റ്റ് ചെയ്തത് എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വന്ന തെറ്റാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമമാണോ? ഇതാണ് ഹൈക്കോടതി ചോദിച്ചത്. നിങ്ങൾ ഇങ്ങനെ പ്രതികളെ വേർതിരിച്ച് കാണരുത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് 30 കിലോ സ്വർണം ഉപയോഗിച്ച് ആ ശബരിമല സന്നിധാനത്ത് ചെയ്ത വർക്കുകൾ ആ സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യുമ്പോൾ ഈ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ നടത്തിയ കുറെ കള്ളക്കളികളുണ്ടല്ലോ, അതിന് ഉത്തരവാദികൾ ആരാണ്? എന്തിനു വേണ്ടിയായിരുന്നു ആദ്യം കട്ടളപ്പടി അല്ലെങ്കിൽ പാളി അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് ഇനി അത് കഴിഞ്ഞിട്ട് മറ്റ് ദേവന്മാരുടെ ശില്പങ്ങളും ഒക്കെ ഈ ഓരോന്നോരോന്നായി ഈ കള്ളക്കളി നടത്തിയത് വേറൊരു കാര്യം കൂടി ഹാഷ്മി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അല്ല ഇപ്പൊ ഇഡി വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്നത്. അതിനെന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരിക്കും. ഈ ECIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പെർമിഷന് വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ നടത്തിയ അഴിമതികൾ തെളിയണമെങ്കിൽ മറ്റൊരു ഏജൻസി വേണം. അതിനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞ് പോയിട്ടുള്ളത്. അല്ലാതെ ED വന്നതുകൊണ്ട് മാത്രം അങ്ങയുടെ ഓർമ്മയിൽ അടുത്ത കാലത്ത് CBI വളരെ കൺവിൻസിംഗ് ആയി ഫുൾ പ്രൂഫായി തെളിയിച്ചൊരു 3 കേസ് ഓർമ്മയിലുണ്ടോ? എന്താ പറയാൻ കഴിയാത്തത്? ഞാൻ ചോദിക്കട്ടെ,
ഈ ഒരു പറയട്ടെ, നമ്മുടെ ഇവിടെ കേരളത്തിൽ നടന്നൊരു കേസ് കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. പല ആളുകളും ആരെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? അല്ല, ആരെങ്കിലും അങ്ങനെ CBIക്ക് രാഷ്ട്രീയ വായു ആരെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ കെ സി വേണുഗോപാലിനെ പ്രതിയാക്കിക്കൂടെ? ഫുൾ പ്രൂഫായി തെളിയിച്ച് കൺവിക്ഷനിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ ഈ കുറ്റപത്രത്തിലേക്ക് എത്തിച്ച നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലല്ല, അതൊന്നുമല്ല. ഒറ്റ കേസ് CBI അന്വേഷണം അടുത്ത കാലത്ത് തെളിയിച്ച ഒറ്റ കേസ് എന്ന് പറയാമോ? അങ്ങനെ ഓർമ്മയുണ്ടോ? ഒരു കേസ് അല്ല, എത്രയോ കേസുകളുണ്ട്. ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല. എത്രയോ കേസുകളുണ്ട്. വെറുതെ വിട്ടിരിക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ പെട്ടെന്ന് ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഓർത്തിന് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഗവൺമെന്റ് ചോദിച്ചാണ്. ഓക്കെ, വിട്ടേക്കും. ഞാൻ പ്രശാന്ത് ഇടവേളയ്ക്ക് ശേഷം അല്ല, ഞാൻ മറുപടി പറയാം. ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഞാൻ മറുപടി പറയാം. ശ്രീ പ്രശാന്ത്, ഹൈക്കോടതിയുടെ എല്ലാ ബെഞ്ചുകൾക്കും അതിൻ്റെതായ പ്രസക്തി ഉണ്ട് എന്നതിൽ തർക്കം വേണ്ട. പക്ഷേ പി.കെ. ഗോപൻ പറഞ്ഞതുപോലെ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചതാണ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ SITക്കും ദേവസ്വം ബെഞ്ചിനും മാത്രം അറിയാവുന്ന എന്ന് പറഞ്ഞാൽ സർക്കാർ അഭിഭാഷകന് പോലും അറിയാത്ത അത്രയും സീക്രസി ഉള്ള കുറേയധികം കാര്യങ്ങൾ ദേവസ്വം ബെഞ്ചിന് അറിയാം. ഉറപ്പാണ് ഈ പുതിയ ബെഞ്ച് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ കേട്ട ബെഞ്ച് കേസ് തിയറിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ളൊരു പരാമർശമായിരുന്നു അക്കണ്ടതൊക്കെയും. പ്രശാന്ത്, തീർച്ചയായിട്ടും വിശദാംശങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ അതിനകത്ത് പ്രതിയായിട്ടുള്ള 6ാമത്തെ അക്യൂസ്ഡായിട്ടുള്ള മുരാരി ബാബു, മറ്റ് അക്യൂസ്ഡുകളൊക്കെ വന്നിട്ട് ഈ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബാക്കി വാസുവാണ് അക്യൂസ് നമ്പർ 3, ബൈജു അക്യൂസ് നമ്പർ 4, ക്രൈം നമ്പർ 3701 അപ്പോസിഷനാണ് ഞാൻ പറഞ്ഞത്. ആ കേസ് വന്നപ്പം കേസ് ഡയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് കോടതി ഈ പരാമർശങ്ങൾ നടത്തുന്നത്. അതിനു മുമ്പ് താങ്കൾ ചോദിച്ച, താങ്കളെ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഡോക്ടർ ഗോപന് ഈ കവിത എഴുതിയ ആളുടെ പേരും അറിയാം. കവിത എഴുതിയ ആളുടെ പേര് അദ്ദേഹം പറഞ്ഞില്ല. ശ്രീ കുഞ്ഞബ്ദുള്ള ചാലപ്പുറം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മുസ്ലിമാണ്, മുസ്ലിം ലീഗുകാരനല്ല. അപ്പോൾ അതുകൊണ്ട് തീവ്ര വലതുപക്ഷം പോലും പറയാൻ മടിക്കുന്ന ഭാഷയാണ് ഇപ്പോൾ അറിയില്ല നമ്മളെ ഈ വിരലിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന ജസ്റ്റിസ് ബറുദ്ദീൻ്റെ ഓർഡർ 19/12 ഓർഡറാണ്. ദേവസ്വം ബെഞ്ചിൻ്റെ നവംബർ 6 ഓർഡർ ജസ്റ്റിസ് വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാർ ഉൾപ്പെടുന്ന ബെഞ്ച് SIT രൂപീകരിച്ചത് തന്നെ പല കാര്യങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ്. അവിടെ SIT രൂപീകരിക്കുമ്പോൾ ഒരു വിശ്വാസം പ്രകടിപ്പിച്ചത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് വേണ്ട രീതിയിൽ നേരായ ദിശയിൽ മുന്നോട്ട് പോകും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതിനുശേഷം ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഒരു വടി കൊടുത്ത് അടി മേടിക്കുന്നത് പോലെയായി വേറൊരു ബെഞ്ചിൽ ജസ്റ്റിസ് ബറുദ്ദീൻ്റെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞാണെന്ന് പറയുകൊണ്ട് എനിക്ക് ആ ലൈൻ ഒന്ന് വായിക്കണം. പേജ് 67 പറയുന്നതാണ്. പേജ് 66 പാരഗ്രാഫ് 28 പറയുകയാണ്, ബിഫോർ IDU it is worthwhile to mention that some stagnation in the investigation after dismissal of the anticipatory bail application filed by 4th and 6th accused in crime number 3700. ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തതിന് ശേഷം ഉണ്ടായ ചില സ്റ്റാഗ്നേഷൻ, അത് ദേവസ്വം ബെഞ്ചല്ലല്ലോ, ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന കോടതിയാണ് പരിശോധിക്കുന്നത്. 67ാമത്തെ പേജ് പറയുകയാണ്, എനിഹൗ 6th accused was not arrested till 16/12/2025, though it is learned that he was arrested on 17/12, 12 days after dismissal of this bail application. അതാണ് ഒന്നാമത്തെ ഫൈൻഡിങ്. 68ാമത്തെ പേജ് പറയുവാണ്, ഇറ്റ് ഈസ് സർപ്രൈസിംഗ് ടു നോട്ട് ദാറ്റ് വെൻ ആസ്ക്ഡ് വെദർ വിജയകുമാർ ആൻഡ് KP ശങ്കർദാസ് who are either arraigned as accused in crime number 3701 of 2025 and were arrested for the purpose of effective investigation, learned ADGP on instructions from the investigating officer who was also present in the open court submitted that it was not done so far. This would show serious stagnation in the investigation. After 5/12/2025 ഈ കാര്യങ്ങൾക്കൊന്നും ഇതെല്ലാം അതിനേക്കാൾ ഗുരുതരമായി തോന്നുന്നു ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴും ആ സ്വർണം എവിടെയാണ് എന്ന് SITക്ക് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തിന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല അന്വേഷണത്തിൽ. എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പി.കെ. ഗോപൻ ഒന്നുകൂടി വരാൻ കഴിഞ്ഞില്ല. ആരോൺ മറുപടിക്ക് ക്ഷമിക്കണം. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.